ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ റൊമേനിയ എന്നുള്ള സീരീസിലെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാനിതിൻ്റെ മേലെങ്ങാനും സൈഡിലെങ്ങാനും കൊടുത്തേക്കാം. സോ അത് ട്രാൻസ്ഫഗറേഷനൊക്കെ ആയിരുന്നു കാണാൻ പോയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇതെനിക്ക് എന്തായാലും അപ്ലോഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. കാരണം റൊമേനിയ ഭയങ്കര ബ്യൂട്ടിഫുൾ കൺട്രി ആണെന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാൻ. നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ മലനിരകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷേ റൊമേനിയ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഡ്രാക്കുളേൻ്റെ പേരിലാണ് അല്ലേ? ഞാനും ഡ്രാക്കുളേൻ്റെ പേരിൽ മാത്രമേ റൊമേനിയ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഡ്രാക്കുള കാസിൽ കാണുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു റൊമേനിയയിലേക്ക് വരുന്ന സമയത്ത്. സോ ഇന്ന് നമ്മൾ പോകുന്നത് ഡ്രാക്കുള കാസിലേക്കാണ്. ഞങ്ങളുടെ ജേർണിയും ഞങ്ങളുടെ എക്സ്പീരിയൻസ്, ഈ യാത്രയിലുടനീളമുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ്സ് ബിഗിൻ അവർ വീഡിയോ എക്സ്പ്ലോർ റൊമേനിയ പാർട്ട് 2. ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫ്രൈഡേ ഈവനിങ് ഒരു 5:50ക്കാണ് ട്രെയിൻ. അപ്പോൾ ട്രെയിനിൽ പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആയിട്ടേ പോവുള്ളൂ. 5 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഞങ്ങളൊരു 10-12 മണിക്കൂർ എടുത്തു എത്താൻ വേണ്ടിയിട്ട്. ട്രെയിൻ വളരെ സ്ലോ ആണ് ഇവിടുത്തെ. അപ്പോൾ ഞങ്ങൾക്ക് ഈവനിങ് കഴിക്കാനുള്ള ഫുഡ്, ഈ നൈറ്റ് ഡിന്നർ ഞങ്ങൾക്ക് എന്തായാലും ട്രെയിനിൽ നിന്ന് കിട്ടില്ല എന്ന് ഉറപ്പാണ്. സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്. സോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാൻ വിചാരിച്ച് ഷവർമ വാങ്ങിച്ചു. സ്ലീപ്പറിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. 6 ഷെയറിങ്ങും കൂടിയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. ഷവർമ വാങ്ങി. മഴ വരുന്നുണ്ട്, നല്ല മഴക്കോളുണ്ട്. നമ്മൾ നേരെ ATM പോയിട്ട് പൈസ എടുക്കുന്നു. കയ്യിൽ ഒരു ലിക്വിഡ് മണി എടുത്ത് വെക്കണം. Then we will go to railway station. കുറച്ച് പൈസ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. പുറത്ത് മഴ ആയതുകൊണ്ട് എനിക്ക് പുറത്തുനിന്നുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾക്കൊരു വലിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഞങ്ങളുടെ ട്രെയിന് ആദ്യം ഒരു സ്ഥലത്തെത്തിയിട്ട് അവിടുന്ന് ബസ്സിൽ പോകണം എന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതെന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല, ആർക്കും അറിയില്ല. കാരണം അത് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ആ സൈറ്റിൽ നോക്കുമ്പോൾ തന്നെ കാണാം. ഇവിടെ എവിടെ നോക്കിയാലും പ്രാവുകളാണ് കേട്ടോ. അപ്പോൾ അമൽ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയി. സംഭവം ഞങ്ങൾക്ക് ബയാമാരെ ടു ജിബോന്ന് ദേജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ്സിൽ പോകണം. അത് ജിബോ സ്റ്റേഷനിൽ തന്നെ വണ്ടി വന്ന് നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, ബസ് വന്ന് നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ ചോദിച്ചു വരുമ്പോഴത്തേക്ക് ട്രെയിനൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. ചെറിയ ട്രെയിനാണ്, കാരണം ജിബോ വരെ ഉള്ളൂ. അത് ഒരു 2 മണിക്കൂർ ഒക്കെ കൊണ്ട് നമ്മളുടെ ആ സ്റ്റേഷനിലെത്തും. ഞങ്ങൾക്ക് കൺഫ്യൂഷൻ തീരുന്നുണ്ടായിരുന്നില്ല. കാരണം ജിബോ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് ബസ് പിടിച്ചിട്ട് വേണം ദേജിൽ പോകാൻ. അപ്പോൾ ഞങ്ങൾ ദേജിൽ എത്തുന്നതിന് മുമ്പ് ട്രെയിൻ വിട്ടു പോവുമോ, അത് മിസ്സാവുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയറായി. ഇതാണ് ടിക്കറ്റ് വരുന്നത്. നല്ല കട്ടിയുള്ള ടിക്കറ്റാണ്. നമുക്ക് ഒരാൾക്ക് 178 ലേ ആയത് കേട്ടോ. അത് എത്രയാണെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. സോ ഇവിടെ ട്രെയിൻ കുഴപ്പമില്ല, മോശമൊന്നും ഉണ്ടായിരുന്നില്ല. തണുപ്പായതുകൊണ്ട് തന്നെ, പുറത്ത് തണുപ്പായതുകൊണ്ട് ഉള്ളിൽ അത്രയ്ക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇത് സ്റ്റേഷൻ മാസ്റ്റർ ആണ് കേട്ടോ. പിന്നെ ഇവിടെ കറക്റ്റ് 5:51 ആകുമ്പോഴത്തേക്ക് പച്ചക്കൊടിയും കാണിച്ചു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല, അത് കറക്റ്റ് ടൈമിന് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും പക്ഷേ പിന്നെ സ്ലോ ആവും. അതായത് വളരെ സ്ലോ ആയിട്ടാണ് ഇവിടുത്തെ ട്രെയിനുകൾ പോകുന്നത്. അപ്പോൾ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. കാരണം നമ്മൾ ഇവിടുന്ന് ഒരു 2 മണിക്കൂറേ ഉണ്ടാവുള്ളൂ റോഡ് വഴി പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ 3 മണിക്കൂർ പോകേണ്ട സ്ഥലത്ത് അവർ 6-7 മണിക്കൂർ എടുത്തിട്ടാണ് ട്രെയിനിൽ നമ്മൾ എത്തിപ്പെടുക. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് നിന്ന് വടകരയ്ക്ക് പോകണമെങ്കിൽ ബസ്സിനെക്കാട്ടും ഓപ്റ്റ് ചെയ്യുക ട്രെയിനാണ്, ഒറ്റ സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പിന്നെ റൊമേനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ TT ഒക്കെ ഫുള്ള് സെറ്റപ്പാണ് കേട്ടോ. ഇവിടുത്തെ ആ സിസ്റ്റം ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇവർ പക്കയായിട്ട് എല്ലാം ഒക്കെ കറക്റ്റായിട്ട് നോക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നിയതാണ്, ഇവിടുത്തെ അധികം ആൾക്കാരും സിഗരറ്റ് വലിക്കും. ലേഡീസ് ആയാലും സിഗരറ്റ് വലിക്കും. ആ കൊച്ചിനാകെ ഒരു 2 മാസമേ ഉണ്ടാവുള്ളൂ. അതിനെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ സിഗരറ്റ് വലിക്കുന്നത്. ആ കുട്ടിയാണെങ്കിൽ ആ പുക ഇങ്ങനെ അടിച്ച് കയറ്റുന്നുമുണ്ട്. മീൻസ് അത് ഭയങ്കര, നമ്മളൊക്കെ അങ്ങനെ ചെയ്യില്ലല്ലോ, പക്ഷെ ഇവിടെ അതൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ജിബോ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇവിടുന്ന് ബസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നൊന്നും അറിയില്ല.
കണ്ടില്ലേ, ജാംബവാന്റെ കാലത്തെ ട്രെയിനാണ്. അത് എവിടെയോ യൂസ് ചെയ്ത ട്രെയിൻ ഇവിടെ കൊണ്ട് ഇട്ടതാണെന്ന് തോന്നുന്നു. ഇത്രയും വലിയ ബോഗിയുള്ള ട്രെയിൻ ഞാൻ ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല, ഇത്രയും കുറേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വേറെ എവിടെ യൂസ് ചെയ്തതാണോ അല്ലെങ്കിൽ എല്ലാം കൂടെ യൂസ് ചെയ്ത ഇതിൻ്റെയൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചതാണോ എന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ ജിവോ സ്റ്റേഷനിലെത്തി. ഇവിടുത്തെ സ്റ്റേഷൻസ് ഒക്കെ ചെറുതാണ് കേട്ടോ. ചില സ്റ്റേഷൻ എന്ന് പറയാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഓടിട്ട ഒരു ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ സ്റ്റേഷനും വലിയ സ്റ്റേഷൻസ് ഒന്നും ഇല്ല. പിന്നെ നമ്മളെ നാട്ടിലെ പോലെ സ്റ്റേഷനിൽ ഇങ്ങനെ കുറേ കടകളോ കാര്യങ്ങളോ അല്ലെ തിരക്കുകളോ കുറവാണ്. ട്രെയിനൊക്കെ യൂസ് ചെയ്യുന്നവർ കുറവാണ്. ഇന്ന് ഞാൻ കഴിഞ്ഞ തവണയെക്കാട്ടും കൂടുതൽ ആൾക്കാർ ഇന്ന് കണ്ടിട്ടുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ ജിബോ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ബസ് ഇതാ വന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ ആ ഒരു ടെൻഷൻ അങ്ങ് മാറി കിട്ടി. കാരണം ഇത് ഇവർ തന്നെ ഏർപ്പാടാക്കുന്നതാണ്. എന്തോ ഒരു പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ജൂൺ 6-ാം തീയതി വരെ എങ്ങാനേ ഉള്ളൂ ഈ ഒരു പരിപാടി. അല്ലെങ്കിൽ അത് കറക്റ്റ് നേരിട്ട് ദേജിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ 8:28 ആകുമ്പോഴത്തേക്ക് എത്തുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ ആൾക്കാർ എല്ലാവരും 2 ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ തന്നെ ഓടി കയറിയതാണ്. കാരണം സ്ഥലം ഉണ്ടാവുമോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷേ ആൾക്കാരൊക്കെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ട്. ബസ്സും വളരെ സ്ലോ ആയിരുന്നു, ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു ഇത് പോകുന്നത്. ഇപ്പോൾ 40 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് ബസ് പോയിക്കൊണ്ടിരുന്നത്. സോ അത് ഭയങ്കര ചടപ്പിക്കുന്ന യാത്രയായിരുന്നു. നമ്മളുടെ നാട്ടിലെ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല കോമഡി ആയിരിക്കും. 100-110 നമ്മളുടെ നാട്ടിലെ ബസ്സൊക്കെ പോകുന്നത്. മത്സര ഓട്ടോ അല്ലേ, ഇവിടെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ദേജ് എത്തി. ദേജിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഞങ്ങളുടെ ബസ് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു തോന്നുന്നു ട്രെയിന്. കാരണം കുറേ പേരുണ്ടായിരുന്നു നമ്മളുടെ ആ സ്റ്റേഷനിൽ നിന്ന് വരുന്നവർ. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാതെ പോവില്ല. അപ്പം അങ്ങനെ ഇത് അത്യാവശ്യം വലിയ ട്രെയിനാണ് കേട്ടോ. കാരണം സ്ലീപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്. ആദ്യം ഒരു എത്തുംപിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ലേ ഏത് ഭാഗത്തേക്കാണ് എന്നുള്ളത്. കാരണം നമ്മൾ എത്തിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ കുറേ പേര് പെട്ടിയൊക്കെ ആയിട്ട് ഒരു ഭാഗത്തേക്ക് ഓടുന്നു. അപ്പോൾ ഞങ്ങൾ അവരുടെ പുറകെ, കാരണം പെട്ടിയൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് സ്ലീപ്പർ ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്തിൽ കയറിയപ്പോൾ അത് സ്ലീപ്പർ ആയിരുന്നില്ല. അങ്ങനെ ഒരു സൈഡിൽ കൂടെ കയറി അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങി ഞങ്ങൾ ഈ സ്ലീപ്പർ എവിടെയാണെന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ ഇത് എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ബാക്കി എല്ലാവരും കയറി കഴിഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് നോക്കി ഇറങ്ങിയതാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ തന്നെ കണ്ടില്ലേ, അധികം ആൾക്കാരൊന്നും ഇല്ല. അവസാനം കണ്ടുപിടിച്ചു കേട്ടോ ഏതാണ് എന്നുള്ളത്. കണ്ടുപിടിച്ച് ആദ്യമായിട്ടാണ് ഇവിടുത്തെ സ്ലീപ്പറിൽ പോകുന്നത്. എന്താ സിറ്റുവേഷൻ എന്നറിയില്ല. പിന്നെ ട്രെയിനൊക്കെ വലിയ വിലയൊന്നും ഇല്ല കാണാൻ. പഴയ ഏതോ ജാമ്പവാന്റെ കാലത്തെ ട്രെയിനാണ്. പക്ഷെ ഉള്ളിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, പോയി നോക്കാം. അപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചു. ഈ സ്ലീപ്പർ സെഷനിൽ ഇതിനായിട്ടൊരാളുണ്ട്. നമ്മൾ ടി പോലെ ടി തന്നെ സ്ലീപ്പർ സെഷനിൽ മാത്രം ഒരാളാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ 6 ഷെയർ ആണ് പറഞ്ഞത്. പക്ഷേ അതൊരു 1.5 പണിയായിപ്പോയി. കാണിച്ചു തരാം. ഞങ്ങൾ ഏറ്റവും മേലെയാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ പോലെ ആൾക്കാർ സേഫ് ആയിരിക്കും, നിലത്ത് ഏറ്റവും അടിയിൽ കിടന്നാൽ സേഫ് ആയിരിക്കും, എന്താണെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഏറ്റവും മേലെ മതി എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവ് അവൻ്റെ ഐഡിയ ആയിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇതെല്ലാം സെറ്റാക്കി വെക്കുകയാണ്. കാരണം നമ്മൾ 6 ഷെയർ ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ 6 ഷെയർ ആയതുകൊണ്ട് തന്നെ മേലെ കയറി നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിരിപ്പും തലേണ കിട്ടും, പുതപ്പ് കിട്ടും, AC കംഫർട്ടറാണ്, അതെല്ലാം കിട്ടും. പക്ഷേ നിൽക്കാനുള്ള സ്ഥലമില്ല, ഇരിക്കാനുള്ള സ്ഥലമില്ല, ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഒന്ന് മേലെ കയറി സെറ്റിലാവുന്നവർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തളർന്നു പോയി എന്ന് തന്നെ പറഞ്ഞു, ക്ഷീണിച്ചു പോയി. പക്ഷേ കയറി കഴിഞ്ഞ് കിടന്നപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. ചൂടോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ രാത്രി 8:30 ഞങ്ങൾ ട്രെയിനിൽ കയറിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുലർച്ചെ 3 മണി 4 മണി ആയപ്പോഴത്തേക്ക് ബ്രാഷോവിലെത്തി. അവിടെ നമ്മളൊരു ഫാമിലി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ ഡബിൾ ഡെക്കർ ട്രെയിനൊക്കെ കണ്ടു കേട്ടോ. ഇത് ബ്രാഷോ പിന്നെ റെയിൽവേ സ്റ്റേഷനാണ്. പുലർച്ചെയാണ് എത്തിയത്. ഉറക്കമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ഉറക്കമൊക്കെ കിട്ടി കേട്ടോ. വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫാമിലിയും കൂടെ ഉണ്ട്. ആ ഫാമിലീനെ മീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ നമ്മൾ പോവുള്ളൂ. ഇതേ ഉള്ളൂ കേട്ടോ സ്റ്റേഷൻ. സ്റ്റേഷനൊന്നും അല്ല, ഒരു ട്രെയിനൊക്കെ വരുന്നു.
നമ്മളുടെ ഫ്രണ്ട്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഓൾറെഡി ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് എത്തി. ഞങ്ങൾ 4 മണിയായി. ആസ് യൂഷ്വൽ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അവർ ക്ലൂജ് നപ്പോക്ക ടു ബ്രാഷോവ ആണ് വന്നത്. അവർക്ക് അത്ര ദൂരം ഉണ്ടായിരുന്നില്ല, അത്ര ടൈം എടുത്തില്ല. ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ മീറ്റ് ചെയ്യണം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ 4 മണിക്ക് എത്തിയാൽ നമുക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം നമ്മുടെ ഫസ്റ്റ് ബസ് വരുന്നത്, നമുക്ക് ഡ്രാക്കുള കോട്ടയിലേക്കുള്ള ഫസ്റ്റ് ബസ് വരുന്നത് 8 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ അവരെ കണ്ടു. അവിടെ കുറച്ച് നേരം ഒരു 3-4 മണിക്കൂർ, 4-5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സോ അവരെ മീറ്റ് ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ ഒരു അത്ര മെനയുള്ളൊരു ഇതൊന്നും അല്ല കേട്ടോ, റെയിൽവേ സ്റ്റേഷനൊന്നും അല്ല. ഒരുമാതിരി സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. യൂറോപ്യൻ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ വെക്കരുത് എന്നാണ് ഞാൻ പറയുക. കാരണം അതങ്ങനെയാണ്. എനിക്കറിയില്ല, ആ ഇമ്പ്രഷൻ എനിക്ക് ഇല്ല. മീൻസ് നല്ലൊരു ഇമ്പ്രഷൻ അല്ല. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ബാർ ഉണ്ടായിരുന്നു. അവിടെ കോഫിയും കിട്ടും എന്നറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ഇവിടെ രാവിലെ തന്നെ 2-3 അപ്പൂപ്പന്മാർ അടിച്ച് പൂസാണ്. പക്ഷേ അതൊക്കെ അവരുടെ ലൈഫാണ്. മീൻസ് അതൊരു വേറെ തന്നെ ഒരു എൻജോയ്മെൻ്റ് ആണ്. ഞങ്ങളൊരു കോഫി കാപ്പുച്ചിനോ പറഞ്ഞു. പിന്നെ ഈ ഒരു റസ്ക് മോഡലൊരു സാധനമുണ്ട്. നമ്മുടെ നാട്ടിലെ പച്ച ലൈസിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട് ഇതിന്. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ഓട്ടോകാര 2ലേക്ക്, ബസ് സ്റ്റേഷൻ 2ലേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെ നമുക്ക് ഡ്രാക്കുള കോട്ടയിലേക്കുള്ള ബസ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഊബറാണ് ബുക്ക് ചെയ്തത്. കാരണം ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ 4 പേരുണ്ടെങ്കിൽ ഊബർ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ബോൾട്ട് ആണെങ്കിൽ അവർ 3 പേരേ കയറ്റുള്ളൂ. അപ്പോൾ ഊബർ ടാക്സി തന്നെയാണ് നല്ലത്, ബെറ്റർ. പിന്നെ ചീപ്പുമായിരുന്നു. അതൊരു 6 ലേങ്ങാനേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ബസ് അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബസ്സുകാർ ഞങ്ങളിങ്ങനെ തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ അവരുണ്ട്, അവിടുന്ന് വിളിച്ചു, ഡ്രൈവർ നമ്മളടുത്ത് വിളിച്ചു. പിന്നെ ബ്രാൻഡിലേക്കാണോ എന്ന് ചോദിച്ചു. ഞങ്ങൾ വേഗത്തിൽ ഓടിപ്പോയിട്ട് ബസ് കയറി. ബസ്സിന് നമുക്ക് ചാർജ് ആയത് 13 ലേ ആണ് പെർ ഹെഡ് 13 ലേ. ഞാൻ എല്ലാത്തിൻ്റെയും പൈസ ഞാനിവിടെ ഇന്ത്യൻ മണിയായിട്ട് കാണിക്കാം. അപ്പോൾ ബസ്സിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച മഴ പെയ്യുമെന്നാണ്, പക്ഷേ ഇല്ല, നല്ല വെയിലായിരുന്നു. പിന്നെ പുഷ് ബാക്ക് സീറ്റൊക്കെ ആയിരുന്നതുകൊണ്ട് 1 മണിക്കൂറുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പിന്നെ ഡ്രാക്കുള കോട്ടയിലേക്ക്, ബ്രാൻഡിലേക്ക്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ദൂരെ ആ മലേൻ്റെ മേലെ ബ്രാഷോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയാം പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതൊക്കെ കാർപ്പാത്തിയൻ മലനിരകളാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോഴും ഒരു മലേൻ്റെ മേലെ ഐസ് കിടക്കുന്നുണ്ട്. ഇപ്പോഴും അവിടുത്തെ ക്ലൈമറ്റ് മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ആ മേഘങ്ങൾ ഉള്ളതുകൊണ്ട് മര്യാദയ്ക്ക് ക്യാപ്ചർ ആവുന്നില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ ബ്രാൻഡിൽ എത്തി ഞങ്ങൾ സംഭവം എവിടെയാണ് എന്നുള്ളതൊക്കെ നോക്കുകയായിരുന്നു. പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം. കാരണം മോർണിംഗ് ജസ്റ്റ് ഒരു കാലി ചായയാണ് കുടിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ മുന്നിൽ നോക്കിയപ്പോൾ ഫാസ്റ്റ് ഫുഡ്. അവിടെ ഒരു നല്ലൊരു ആൻറ്റി, അമ്മമ്മ എന്ന് വേണമെങ്കിൽ പറയാം, അമ്മമ്മ നടത്തുന്നൊരു കടയാണ്. റൊമേനിയയിൽ ഏജ് ഡസൻ മാറ്റർ എന്നാണ്. പണിയെടുക്കാൻ അവർ ഈ പ്രായമൊന്നും നോക്കുന്നില്ല. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ജോലി ചെയ്യുന്നുണ്ട്. തീരെ വയ്യാത്ത മീൻസ് അത്രയും പ്രായമുള്ള ആൾക്കാർ വരെ ജോലി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു സാൻഡ്വിച്ച് പറഞ്ഞു. സാൻഡ്വിച്ച് 4 പേരും സെയിം സാൻഡ്വിച്ച് തന്നെയാണ്. നമ്മൾ കൂടുതൽ അതിനകത്ത് നോക്കിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു മാരത്തൺ പോലെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഓടുന്നുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ ഓടുന്നുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഹാർഡ് വർക്കിംഗ് അമ്മൂമ്മ. ഈ കടയുടെ ഓണർ ഈ അമ്മൂമ്മയാണെന്ന് തോന്നുന്നു കേട്ടോ. അമ്മൂമ്മനെ മാത്രമേ ഇവിടെ കണ്ടിട്ടുള്ളൂ. സോ ആൾ ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര ദേ ആ ദൂരെ കാണുന്നതാണ് നമ്മളുടെ ബ്രാൻഡ് കാസിൽ കേട്ടോ. എന്ത് ഭംഗിയാ നോക്കിക്കേ. അപ്പം ഞങ്ങൾ ആദ്യം ഒരു പാർക്ക് കണ്ടപ്പോൾ അതിലൂടെയാണ് എൻട്രി എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. പക്ഷേ അതിലൂടെ ആയിരുന്നുണ്ടായിരുന്നില്ല. അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു ടിക്കറ്റ് എടുക്കാൻ വേറൊരു കൗണ്ടർ ഉണ്ട്, അങ്ങ് ബാക്കോട്ടേക്ക് നടക്കണം എന്ന് പറഞ്ഞു. തെറ്റി ഞങ്ങൾ പാർക്ക് പോയി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ്. അതിവിടുന്ന് കുറച്ച് നല്ല വെയിലുണ്ട് ഗൈസ്. സമ്മർ തുടങ്ങി, സമ്മറായി. അങ്ങനെ നമ്മൾ ബ്രാൻഡിലേക്ക് പോകാനുള്ള, ബ്രാൻഡ് കാസിലേക്ക് പോകാനുള്ള സ്ഥലത്തെത്തി. നല്ലൊരു ചെറിയൊരു ടൗൺ കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അധികം തിരക്കൊന്നുമില്ല, ബട്ട്
എന്താ ആ ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ആ ബ്രാൻഡിൻ്റെ കവാടത്തിൻ്റെ അവിടെ എത്തി. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന കുറേ മാർക്കറ്റ് ഏരിയ പോലെ തന്നെ കാണും. മീൻസ് നമ്മളെ വഴിയോര കച്ചവടം ഇല്ലേ, അതിവിടെയുണ്ട്. അതെല്ലാ സ്ഥലത്തും നമ്മളൊരു ടൂറിസ്റ്റ് മാക്സിമം വിറ്റ് കാശാക്കുന്നുണ്ട്. ഡ്രാക്കുളേൻ്റെ ടീഷർട്ട്, ഡ്രാക്കുളേൻ്റെ പാവ, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ വല്ലാതെ ലോങ് ആയി പോയിട്ടുണ്ട്. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ ബ്രാൻഡ് കാസിലേക്ക് കയറുന്നതും അവിടുത്തെ ഹിസ്റ്ററി അല്ല, ഇതിൻ്റെ പുറകിൽ കുറേ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. സുജിത് ഭക്തനൊക്കെ ഇവിടെ വന്നിട്ട് 4 മാസം എങ്ങാനായി. അപ്പോൾ അതിനകത്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ അടുത്ത ദിവസത്തെ വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരും. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. കാരണം ഇത് നിങ്ങൾ ചടപ്പിക്കുന്നുണ്ടാവും. അറിയില്ല എനിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇതെന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് എടുത്തിട്ടില്ല, ഇവിടുന്ന് തന്നെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ ടിക്കറ്റിന് അത്യാവശ്യം നല്ല പൈസ ഉണ്ട്. 70 ലേ ആണ് നമുക്ക് ഈ ബ്രാൻഡ് കാണാനുള്ള പൈസ. അതായത് ഒരാൾക്കൊരു 2000 റുപ്യേൻ്റെ അടുത്തായി. 1800 രൂപ എൻ്റെ അടുത്ത് ആയിട്ടുണ്ട് ടിക്കറ്റിന് ബ്രാൻഡിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളൊരു എക്സ്ട്രാ ഒരു ടോർച്ചർ മ്യൂസിയം എന്നുള്ളൊരു ഒരു ഏരിയ കൂടെ ഉണ്ട്. അവിടെ കയറാൻ 20 ലേ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ അതും കൂടി എടുത്തു. പിന്നെ വേറൊരു സെറ്റപ്പ് ഉണ്ട്. എന്താ പേടിപ്പിക്കുന്നത്, നമ്മളെ ഈ ഹൊറർ റൂം പോലത്തെ എന്തോ ഒരു പരിപാടി ഉണ്ട്. പക്ഷെ അത് അമൽ ഇവിടെ വന്ന സമയത്ത് കയറിയപ്പോൾ അവൻ പറഞ്ഞു വെറുതെയാണ്, അത് ഉഡായിപ്പാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതിന് കയറിയില്ല. അതിൻ്റെ ടിക്കറ്റ് എടുത്തില്ല. ജസ്റ്റ് നമ്മൾ ബ്രാൻഡ് കാണാനുള്ള 70 ലേൻ്റെ ടിക്കറ്റും എടുത്തു. പിന്നെ ആ ടോർച്ചർ റൂം വിസിറ്റ് ചെയ്യാനുള്ള 20 ലേൻ്റെ ടിക്കറ്റും എടുത്തു. ടോട്ടൽ നമുക്ക് ഒരാൾക്കായത് 90 ലേ ആണ് കേട്ടോ. 90 ലേ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഒരു 1800 ആയിട്ടുണ്ട് ടിക്കറ്റിന് മാത്രമായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ബ്രാൻഡ് വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഉള്ളിലേക്കൊക്കെ കയറിയിട്ട് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുതരാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.